ഏതായാലും അവർ വരുന്നുണ്ട്. നമുക്ക് സുഹൃത്തുക്കളെ വീഡിയോ പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കാരണം പിന്നെ നോക്കാം നമുക്ക് അവർ വന്നിട്ട് ചോദിക്കാം. ഓരോ അവസ്ഥകളാണ് മനുഷ്യനെ. കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഞങ്ങൾ ഏതായാലും കുറച്ച് സമയം വെയിറ്റ് ചെയ്താലും പിന്നെ നമുക്കൊന്ന് എന്തൊക്കെ പിന്നെ ജുസൈറ നമുക്ക് വിളിക്കാം. മെമ്പർ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയില്ല, വിഷയം അറിയില്ലേ? എവിടെയായിരുന്നു കച്ചവടം? സ്കൂളിലായിരുന്നു അല്ലേ? നിങ്ങൾ പ്രയാസം ഉണ്ടോ മൈക്കറ്റ? പിന്നെ നിങ്ങളെ പേരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കി. എൻ്റെ പേര് മൈമൂനത്ത്. വീട് എവിടെ? വീട് പുകയൂര്. പുകയൂരല്ലേ? പിന്നെ എന്താ ഇതിലുള്ളത്? ഇതിൽ അച്ചാറുകളാണ്. ഞാൻ എടുത്തോളാം. പിന്നെ എന്താ എന്നെ ജുസൈറ എന്നെ വിളിക്കാൻ കാരണം എന്താണ്? ജുസൈറ എൻ്റെ പുതിയാപ്പിള കുറച്ചു കാലമായിട്ട് തീരെ സുഖമില്ലാതെ വീട്ടിൽ കിടപ്പിലാണ്. നിങ്ങളെ ഭർത്താവ് ലിവറിനും ലെൻസിനും കിഡ്നിയൊക്കെ ലിവറിൻ്റെ ലെൻസിനും പ്രശ്നം ഉണ്ടായപ്പോൾ ആ മരുന്ന് കുടിച്ചപ്പോൾ കിഡ്നി വീണ്ടും പോയി ഡയാലിസിസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആദ്യം 14 കൊല്ലം മുന്നേ കിഡ്നി മാറ്റി വെച്ച ഒരാളുമാണ്. അപ്പോൾ ഞാനിങ്ങനെ പോണതും ഒക്കെ അറിയാം. ഞാൻ സ്കൂളുകളിലും പഞ്ചായത്തുകളിലൊക്കെയാണ് ഇങ്ങനെ. പിന്നെ ജുസൈറ നമുക്ക് വിളിക്കാം. ജുസൈറ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ കുറേ ഭാഗത്ത് അന്വേഷിച്ചു. അപ്പോൾ ഇവിടെ എന്താ ഞാൻ കുറച്ചു നേരം ഇപ്പം ഇങ്ങനെ ഞങ്ങളിങ്ങനെ നട്ടം തീരണത്. ഞാനിവിടെ ഒരു സ്കൂള് പോയതാണ്. ആണല്ലേ? അവിടുന്ന് എവിടെയൊക്കെയാണ് അച്ചാർ കൊടുക്കാറുള്ളത്? സ്കൂള്, പഞ്ചായത്ത്, വില്ലേജ്, ഇങ്ങനെ ഓഫീസുകളിലാണ് ഞാൻ കയറി. നല്ല ലോഡ് ഉണ്ടല്ലോ. ഇന്ന് കച്ചവടം കുറച്ച് മോശം. ഈ അച്ചാർ ആരുണ്ടാക്കണാണ്? ഞാൻ ഉണ്ടാക്കണതന്നെ. അപ്പൊ എങ്ങനെ? ഭർത്താവിന് അസുഖമാണ്. ലിവർ പ്രശ്നമുണ്ട്. ലെൻസിന് രാത്രി ഉണ്ടാക്കും. രാവിലെ പോയി കോട്ടൊക്കെ പോയി മാർക്കറ്റ് പോയി സാധനം എടുക്കും. എന്നിട്ട് രാത്രി ഉണ്ടാക്കും. മൂപ്പര് രാവിലെ എല്ലാ കാര്യങ്ങളും. ശ്വാസത്തിന് നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ ഇടക്കിടക്ക് സോഡിയം പോകണം. ഇപ്പം എൻ്റെ പ്രശ്നം വെച്ചാല് എനിക്ക് പോകാൻ പറ്റണില്ല. അങ്ങനെ വെച്ചാല് രാവിലെ വയറ്റുനോക്കുണ്ടാവും. ഞാൻ തിരിച്ചു വരുമ്പോഴത്തിന് സോഡിയം പോയി ചിലപ്പോൾ ബോധമില്ലാത്തൊരവസ്ഥയ്ക്കൊക്കെ വരും. എന്താണ് ഞങ്ങളോട് പറയാന്നൊന്നും എനിക്കറിയില്ല. കാരണം വെച്ചാൽ രാവിലെ നമ്മൾ രാത്രി സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കാണ്ട് രാവിലെ നമ്മൾ ഇറങ്ങി പോരാൻ നിൽക്കുമ്പോഴേക്കാരം എനിക്ക് വയ്യ എന്ന് പറയില്ലേ. അപ്പം ഇനി പോകാൻ വേണ്ടി ഞാൻ പോവാതെക്കാൻ വേണ്ടി എനിക്കറിയില്ല. ഇന്നലെ ഇപ്പോൾ വൈകുന്നേരം മരുന്ന് വാങ്ങണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പൈസ കയ്യിൽ വേണം. ആ സമയത്താണ് രാവിലെ ഞാൻ 3-4 പ്രാവശ്യം വയറ്റിന്ന് പോയി. 2 പ്രാവശ്യം ഞാൻ ഈ ഉപ്പുവെള്ളം ഇങ്ങനെ കലക്കി കൊടുത്ത്. പിന്നെ എനിക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഞാൻ ചെണ്ടപ്പുറ സ്കൂളിൽ, നമ്മളെ അടുത്ത് തന്നെയുള്ള സ്കൂളിൽ പോയി. ആ സ്കൂളിലുള്ള മാഷന്മാരും ടീച്ചർമാരും നമ്മളോട് സഹായിച്ചുകൊണ്ട് ഒരാളോട് പൈസ വാങ്ങാതെ എനിക്ക് പകുതിയെങ്കിലും കുറച്ച് ദിവസത്തിനെങ്കിലും മരുന്ന് വാങ്ങാൻ പറ്റി. ഇത് നമ്മൾ അങ്ങനെ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഞങ്ങളോട് സങ്കടം ഞങ്ങളോട് പറയണം. ഇങ്ങനെ ഒരു അവസ്ഥയിലായതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്കൂളുകൾ ഓഫീസുകളൊക്കെ കയറി ഇറങ്ങിക്കാണ്ട് നടക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് പോകുമ്പോൾ ഈ ബസ് കിട്ടി ഞാൻ വീട്ടിലെത്തുമ്പോൾ നല്ല നേരം വൈകും. എനിക്കറിയില്ല എന്താ ഞങ്ങളോട് പറയാന്ന്. എനിക്കറിയില്ല. ഇപ്പം ലിവറിനും ലെൻസിനുള്ള ട്യൂമറാണ്. ദിവസം 1.5 എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ പോകണ ഒരു അവസ്ഥ. 1.5 ഹോസ്പിറ്റലിൽ പോകണം. ഈ സാധനം ഉണ്ടാക്കണം. രാത്രി ഉറക്കം ഉണ്ടാവോ? രാത്രി ഉറക്കം കുറവാണ്. അതിൻ്റെ അടിയിൽ ഇവർ വന്നതാണ്. പിന്നെ ജുസൈറ പിന്നെ ഏറനാർ പഞ്ചായത്തിൻ്റെ മെമ്പർ ഇവർ എന്നെ വിളിച്ചു കേട്ടോ. അതിനെ കൂടെ ഇന്നൊരു കൺഫ്യൂഷനായി. പിന്നെ അവസാനം ഇങ്ങോട്ട് എത്തിപ്പെട്ടു അല്ലേ? സന്തോഷമായി. ജുസൈറക്ക് ശരിക്കും അറിയണതാണ് കാര്യങ്ങൾ. ഇവർ പറയട്ടെ, എന്നിട്ട് മെമ്പറെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കുക. നിങ്ങളൊരു മുൻ മെമ്പറും കൂടെ ആയിരുന്നു. മുൻ മെമ്പർ 2 പ്രാവശ്യം മെമ്പറായിട്ടുണ്ട് പഞ്ചായത്ത് ഏറനാർ തന്നെ. ജുസൈറ ഇപ്പോൾ ഏത് വാർഡിലാണ്? മെമ്പർ 19 വാർഡ്. പറയാം. അപ്പം എന്നിട്ട് ഇത് ചെറിയ കാര്യമില്ലല്ലോ. നിങ്ങൾ ഈ കച്ചവടം പിന്നെ കച്ചവടം ഇറങ്ങിയാൽ നമ്മളെ നിവർത്തികേടുകൊണ്ട് നമ്മൾ ഇറങ്ങി പോവാണ്. അപ്പം നമുക്ക് അതുകൊണ്ട് ഒരാളെ മുന്നിലും കൈ നീട്ടാതെ നമുക്ക് നമ്മളെ കാര്യങ്ങൾ ചെയ്യാനും പറ്റുന്നുണ്ട്. പോസ്റ്ററൊക്കെ ഇറക്കിയെന്ന് ഞാൻ കണ്ടു. ആ പോസ്റ്റർ ഇറക്കിയതിൻ്റെ ശേഷം 4 മാസമായിട്ട് ഞാൻ ഒരാളോടും ഞാനൊരു ഉറുപ്പിയും കടം വാങ്ങാതെ നമുക്ക് കച്ചവടം ഉണ്ട്. നമ്മള് പിന്നെ അപ്പൊ അതെല്ലാം കൂടി ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ. പിന്നെ നമ്മള് ആരോടും സഹായം ചോദിക്കാതെ എന്ന് പറയുമ്പോ അവർക്ക് കിട്ടിയിട്ട് ബാക്കിയായിട്ട് എന്നല്ല അതിന്റെ അർത്ഥം. ആദ്യം അവർ ഓരോരോ ദിവസവും
നമ്മൾ ഓരോ മണിക്കൂർ ഇടവിട്ടിട്ടാണ് സഹായം തേടിയിരുന്നത്. ആ സഹായം തേടിയുന്നതിൻ്റെ ഒരു സമയപരിധി കുറച്ചും കൂടി ഇപ്പം അകലായിന്നേ ഉള്ളൂ. അല്ലാതെ അവർ പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ ഒന്നും കൂടി അത് ക്ലാരിഫൈ ചെയ്യാണ്. കാരണം അവരുടെ ഒരു മാനസികാവസ്ഥയും, കാരണം ഇതിങ്ങനെ പലരോടും പറഞ്ഞ് അവർക്കത് ഇപ്പോൾ ഭയങ്കര മാനസിക പ്രയാസം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥ കൂടി. പിന്നെ പറയാനുള്ളത്, നമ്മൾ ഇപ്പോൾ നാട്ടുകാരാണെങ്കിലും വാർഡ് കമ്മിറ്റികളാണെങ്കിലും അവരൊരു മുൻ മെമ്പറും കൂടിയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരുടെ സഹായം ഉണ്ട് എങ്കിൽ പോലും ഇപ്പോൾ അവർ അത്രയും വളരെ മോശമായ സ്ഥിതി കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുമ്പ് കുറേ പോസ്റ്റർ വഴിയായിട്ടും യൂട്യൂബ് വഴിയൊക്കെ ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതുകൊണ്ട് കുറച്ചൊരു താൽക്കാലിക ആശ്വാസം ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇന്നലെ വിളിച്ചപ്പോഴും അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരെ കുടുംബക്കാർ അവരെ കോള് വരുമ്പോൾ ഇപ്പോൾ ഭയങ്കര പേടിയാണെന്ന്. കാരണം മരുന്ന് വാങ്ങാനാണ് അവർ ക്യാഷ് ചോദിച്ചിട്ട് വിളിക്കുന്നത്. അപ്പോൾ അവർക്ക് ക്യാഷ് ഇല്ല എന്ന് പറയാനും വയ്യ. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോരോ അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമുക്ക് തന്നെ ഫൈസൽ മാഷ് ഉണ്ട്, അവരെ കൊണ്ട് നമുക്കൊന്നും കൂടി ചെയ്ത് നോക്കാം. കാരണം നമ്മൾ പരിശ്രമിച്ചില്ല എന്നുള്ളത് വേണ്ടല്ലോ, കാരണം ബാക്കിയുള്ളതൊക്കെ പഠിച്ച തമ്പുരാൻ്റെ അടുത്താണ്. അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടി കഴിയുന്നത്ര സഹായം ചെയ്യും. ഇവർ പറഞ്ഞ എന്താണ് കോള്, നിങ്ങളെ കോള് കാണുമ്പോൾ നമ്മളിപ്പോൾ മരുന്നിന് പൈസ ഇതാവുമ്പോൾ വായ്പ ചോദിച്ചിട്ടൊക്കെ അല്ലേ വിളിക്കുക. അപ്പം നമ്മൾ ബാക്കിയുള്ളവർക്ക് നമ്മളെ നമ്പർ കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും പൈസ ചോദിക്കും. എത്ര കാലങ്ങൾ തുടങ്ങിയിട്ട്? ഞാനിപ്പോ ഇത് തുടങ്ങിയിട്ട് 1.5 കൊല്ലൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ വരിന്ന് രാത്രി ഹസ്ബൻഡിന് പൂർണ്ണമായിട്ടും ചികിത്സ നോക്കുമ്പോണല്ലോ ആശുപത്രി കൊണ്ടുപോകണം, വീട്ടില് ആശുപത്രി കൊണ്ട് വേറെ പരിചരണം, ആശുപത്രി കൊണ്ടുപോകാനും ഒന്നും ഞാൻ തന്നെ പോകണം. ഒരു ഭാര്യ എന്ന നിലക്കും ഒരു സ്ത്രീ എന്ന നിലക്കും ഏറ്റവും ബഹുമാനിക്കേണ്ട ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വീട്ടു ജോലി ചെയ്യുന്നുണ്ട്, അതിന്റെ അപ്പുറം ഇങ്ങനെ ഇരിക്കുന്ന ഭർത്താവിനെ എല്ലാ ശുശ്രൂഷകളും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവരെ ചികിത്സാ ആവശ്യാർത്ഥം ഇങ്ങനെ ഒരു പദ്ധതിയായിട്ട്. അപ്പൊ എന്താണ്, അച്ചാർ മാത്രല്ലേ? അല്ല, ഒരു ഏലക്കായന് തേയില അത് ഞാൻ വാങ്ങിയിട്ട് ഇത് മിക്സ് ചെയ്യുക. ഇത് ഏലക്കായാണ്. ഇത് വെറൈറ്റി മസാല അച്ചാറിന്റെ ഹോംമെയ്ഡ് നാരങ്ങ അച്ചാർ. എത്ര അച്ചാറിന് ഇതിന് എത്രയാണ്? ഇത് നമ്മള് ഇങ്ങനെ ആയതുകൊണ്ട് സ്കൂളുകളിലല്ലേ കൊണ്ടുപോണത്. വേറെ ഓപ്ഷൻ ഇല്ല, ഞങ്ങളിപ്പോ ഈ വഴി വെച്ച് കണ്ടോണ്ടാണ് ഇവിടെ നോക്കാം. 100 രൂപ വെച്ചാണ് ഞാൻ കൊടുക്കുന്നത്. അതിന് 100 രൂപയാണ്. ഇപ്പൊ ഈ ഏലക്കായ്ക്കൊക്കെ നല്ല കൂടിയതുകൊണ്ട് ഇപ്പൊ 120 ഉറുപ്പ്യ വെച്ചാണ്. അച്ചാർ ഇപ്പൊ ഇത് സ്ഥിരം വാങ്ങലിനായതുകൊണ്ടേ മെമ്പറേ, എന്റെ പണി തന്നെ ആയതുകൊണ്ടേ സ്ഥിരം നമുക്ക് പ്രോത്സാഹനം നൽകാനും വേണ്ടിയിട്ടാണ്. ഞാൻ മേടിക്കുമ്പോ നിങ്ങളിത് വീഡിയോ കാണും, അപ്പൊ നിങ്ങൾ മേടിക്കും. അതിനാണ്. ട്രീറ്റ്മെന്റിന് എത്ര ചെലവ് വരുന്നുണ്ട് ചികിത്സക്ക്? ഇപ്പോൾ ഒരാഴ്ചക്ക് മരുന്ന് മാത്രം, ഇഞ്ചക്ഷൻ ഒന്നും ഇല്ലാതെ 10 ദിവസത്തിന് 5000 ഉറുപ്പ്യ 10 ദിവസത്തിന്. പിന്നെ 4 ദിവസം കൂടുമ്പോൾ ഒരു 4000 ഉറുപ്പ്യൻ്റെ ഇഞ്ചക്ഷൻ ഉണ്ട്. 1.5 ഇട്ട് മാസത്തിൽ ഏകദേശം എത്ര ചെലവുണ്ടാവും? ഒരു 40-45 ചെലവുണ്ടാവില്ലേ? അതിന്റെ അടിയിൽ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. പിന്നെ നമ്മള് നാട്ടുകാരോടായാലും നമ്മള് വന്നുകാണ്ട് പറയും ഇങ്ങനെ എന്താ ഈ ഒരു അവസ്ഥ. നിങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരിക്കുമല്ലോ, പറയേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോ വീഡിയോ ചെയ്യാൻ തന്നെ സങ്കടം ഉണ്ട്. അവിടുത്തെ ഒരു നേരത്തെ മെമ്പർ എന്താ ചെയ്യാ, വേറെ ഓപ്ഷൻ ഇല്ലല്ലേ? ഇത് മാസത്തിൽ എന്താ ഒക്കെ നിങ്ങൾക്ക് ഇതുകൊണ്ട് മാസത്തിൽ 10-50,000 ഉറുപ്പ്യന്റെ ചെലവ്, അല്ല പിന്നെ വീട്ടിലെ ചെലവ്, മക്കളെ കാര്യങ്ങള് ഒക്കെ കൂടെ ആയിട്ട് ഒരു സംഖ്യ വരും. എന്താ ഇതുകൊണ്ട് മാസത്തിൽ എന്ത് ഉറുപ്പ്യ കിട്ടാ? ഓടിപ്പാടി ചാടി നടന്നു കഴിഞ്ഞാൽ തന്നെ എത്രയോട് സ്ഥലത്ത് എത്തണല്ലേ? ഇതാരാ എന്താ കിട്ടുക നിങ്ങൾക്ക്? അപ്പോൾ ഡൗൺ ആകുമ്പോൾ പിന്നെയും വായ്പ മേടിക്കേണ്ടി വരും അല്ലേ? അതാണ് അവസ്ഥ അല്ലേ? മനസ്സിലായി. ഇത് എത്ര ഉറുപ്പ്യൻ്റെ സാധനം ഉണ്ട് നോക്കട്ടെ? 2, 4, 6, 8, 10, 12, 14, 15, 1500 ഉറുപ്പ്യ. അത് ഇത് 500. അപ്പൊ എത്ര? 2000 മതി. റൗണ്ട് ചെയ്യണം. 2000 റൗണ്ട് ചെയ്യുന്നുണ്ട്. ഇതിലേറെ നമുക്ക് സന്തോഷമുള്ളത്, ഞാനൊരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇപ്പോൾ കണ്ടൊരു കാര്യം ഇവിടെ അറിയിക്കുകയാണ്. മാഷ് പൊതുവെ വ്ളോഗർമാരൊക്കെ ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി സംസാരിക്കും, പക്ഷെ ഇവിടെ അതിനൊരു വ്യത്യസ്തമായിട്ടാണ് മാഷ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ നിങ്ങൾ വാങ്ങിയെന്ന് പറഞ്ഞ പ്രോഡക്റ്റ് മാഷ് ആദ്യം വാങ്ങിയിട്ടാണ് നമ്മോട് വാങ്ങിക്കാൻ പറയുന്നത്. അപ്പോൾ അതിന് മാഷിന് എൻ്റെ വക എല്ലാവിധ അഭിനന്ദനങ്ങളും. മാഷ് ഇതുപോലെ ഒരുപാട് നല്ല രീതിയിൽ ഒരുപാട് എല്ലാവരും വാങ്ങണം എന്നൊക്കെ ഉണ്ട്, എപ്പോഴും നമുക്ക് സാധിക്കൂല. അതാണ് ഇത് പിടിച്ചോളി. ബിസ്മില്ലാ. നിങ്ങൾ ജുസേറ പറഞ്ഞ എൻ്റെ അവസ്ഥ അറിഞ്ഞാണ് നിങ്ങൾ വന്നതിൽ വലിയ സന്തോഷമുണ്ട്. നിന്നെ ആളുകൾ ഏറ്റെടുത്തുകാണ്ട്
ഇത് ഒന്ന് സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സഹായിച്ചോളൂ. അതന്നെയാണ്. അപ്പൊ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യല്ലേ മെമ്പറെ ജുസേറ അല്ലേ? എല്ലാവരും ഷെയർ ചെയ്യുക. നമ്പർ ഞാൻ കൊടുക്കാം. നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ സഹായം കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇവരെ സഹായിക്കുക. സാധനം മേടിച്ച് സഹായിക്കുക. ഞാൻ മേടിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഞാൻ വലിയ പൈസക്കാരനൊന്നുമല്ല കേട്ടാ, ഞാനൊരു സാധാരണക്കാരനാണ്. ഉള്ളതിനനുസരിച്ച് അല്ലേ അങ്ങനെ 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 പോവും. എന്തോന്നു തോന്നുന്നു ഈ അച്ചാർ വാങ്ങണം ഞാൻ പറയുന്നത്. എല്ലാവരും മേടിക്കണം. കാരണം പാവപ്പെട്ട താത്തനെ സഹായിക്കുക എന്നുള്ളത് നമ്മളെ ഓരോരുത്തരും ഉത്തരവാദിത്തമാണ്. അപ്പോൾ താത്താൻ്റെ അച്ചാർ എല്ലാവരും വാങ്ങുക. ഓക്കെ.